ഹലോ, ഇന്നൊരു കുട്ടി ഓഫീസ് വ്ലോഗായാലോ? രാവിലെ ഓഫീസിലെത്തിയിട്ട് നേരെ ഒരു മീറ്റിംഗ് റൂം കയറിയിരുന്നതാണ്. പിന്നെ പുറത്തിറങ്ങുമ്പോൾ ഏകദേശം 12:30 ആയിട്ടുണ്ട്. അപ്പോഴേക്കും ഇവിടുത്തെ ടീ ടൈമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടീയും ഏതായാലും ലഞ്ചും കഴിക്കാനുള്ള സമയം. അതുകൊണ്ട് തന്നെ നമുക്കൊരു ബ്രഞ്ച് കഴിക്കാം, ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചിനും പകരമായിട്ട്. ആ കൂടെ ഇവിടെ ചിക്കൻ പപ്സ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പം അതെങ്കിലും അതെന്ന് വെച്ച് അതും വാങ്ങി നമ്മുടെ ഫേവറേറ്റ് സ്പോട്ടായിട്ടുള്ള ഈ വിൻഡോ സീറ്റിൻ്റെ അടുത്ത് വന്നിരുന്ന് കഴിക്കാൻ തുടങ്ങി. എന്നെ പോലെ ലേറ്റായി വന്ന് കഴിക്കുന്ന കുറച്ച് പേരും കൂടി ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ചിക്കൻ പപ്സ് ആണെന്ന് പറഞ്ഞ് വാങ്ങിച്ച പപ്സിൻ്റെ ഉള്ളിൽ ഒരു തരി പോലും ചിക്കൻ ഉണ്ടായിരുന്നില്ല എന്നുള്ള ഞെട്ടിക്കുന്ന സത്യം ഇത് കഴിച്ചുടങ്ങിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, പൈസ കൊടുത്ത് മേടിച്ചല്ലേ. കുറച്ചൊക്കെ എങ്ങനെയോ കഴിച്ചൊപ്പിച്ചു. ഫുഡ് വേസ്റ്റ് ആക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ പോലും ഗതികേട് കൊണ്ട് ആ പപ്സിനെ നമ്മൾ പാതി വഴിയിൽ ഉപേക്ഷിച്ചു. എന്നിട്ടിതാ എന്തായിട്ട് ലഞ്ച് ബ്രേക്ക് ഉണ്ട്, പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പോൾ പിന്നെ പുറത്തിറങ്ങി എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് സ്പോർട്സൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇവിടുത്തെ മെയിൻ കാര്യമാണ് ഇവിടുത്തെ ക്ലീനിങ്ങും ഇവിടുത്തെ ഗാർഡനിങ്ങും ഇവിടുത്തെ മെയിൻ്റെനൻസൊക്കെ. അതൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്യണം കേട്ടോ. ഞാൻ എത്ര സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിലും എനിക്ക് ഇവിടുത്തെ ഒരു നീറ്റ്നെസ് വേറെ എവിടെയും തോന്നിയിട്ടില്ല. ആഹാ, കഴിഞ്ഞ ഇപ്പം പെയ്ത മഴയുടെ ആഫ്റ്റർ എഫക്ട്സ് ആണ് ഈ കാണുന്നത് കേട്ടോ. ഇനി ഇതൊക്കെ തൂത്ത് വരേണ്ടി വരും അവർ. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഇതിവിടുത്തെ എൻ്റെ ഫേവറേറ്റ് സ്പോട്ടാണ്. മഴയായാലും വെയിലായാലും ഈ മരത്തണലിൽ ഈ തറയിൽ വന്നിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. ഇവിടെ വന്നിരുന്ന സൈബർപാർക്കിൻ്റെ മുന്നിലുള്ള ഏകദേശം എല്ലാ ഭാഗവും നമുക്ക് കാണാനും പറ്റും. പിന്നെ ഒരു സൈഡാണ് ഇത്. എല്ലാ സൈഡിലും പാർക്കിംഗ് ആയാലും നമുക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങളായാലും ചെടികളായാലും എല്ലാം നല്ല വെല്ലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എൻ്റെ ഒരു സ്പോട്ടും കൂടി ഉണ്ട്, കാണിച്ചു തരാം. അതാണ് ഇത്, ഈ സ്റ്റെപ്പ്. ഇവിടെ ഈവനിങ് വന്നിരിക്കണം കേട്ടോ. നേരെ നോക്കിയാൽ നല്ല അടിപൊളി സൺസെറ്റ് കാണാൻ പറ്റും. അയ്യോ, ഷൂട്ട് ചെയ്യാൻ പോയി സ്ഥലങ്ങളൊക്കെ കണ്ട് സമയം പോയതറിഞ്ഞില്ല കേട്ടോ. പണ്ടുണ്ടല്ലോ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് എനിക്കുള്ള സ്വഭാവമാണ്, പുറത്ത് പോയാൽ പിന്നെ വായ നോക്കി നിന്നിട്ടായാലും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടായാലും കറക്റ്റ് ബ്രേക്ക് കഴിഞ്ഞ് ഒരു 2 മിനിറ്റെങ്കിലും ആയിട്ടേ ക്ലാസ്സിൽ കയറുള്ളൂ. അതിൻ്റെ പേരിൽ ഇഷ്ടം പോലെ ചീത്ത കേട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴിതാ ലേറ്റ് ആയപ്പോൾ എനിക്ക് അത് ഓർമ്മ വന്നേ. അപ്പം ഞാൻ ഇന്നത്തെ കഥാപ്രസംഗം എവിടെ അവസാനിപ്പിച്ച് നേരെ ഓഫീസ്